വളരെ ട്രാക്ക് റെക്കോർഡുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസറിനോട് വളരെ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളത് മനസ്സിലാക്കി വേണം അവിടെ എപ്പോഴും ചെയ്യാനായിട്ട്. ബിസിനസ്സിലാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് പ്രൊട്ടക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീമാൻ ഇൻഷുറൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബിസിനസ്സിൽ 3 പാർട്ട്ണർ കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർ ഇപ്പം ലെറ്റ്സേ അവർക്കറിയില്ല ഒന്നാമത്തെ സിനാരിയോ, അവർ ഇഗ്നോർ ചെയ്തു രണ്ടാമത്തെ സിനാരിയോ. മൂന്നാമത്തെ സിനാരിയോ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ സംതിങ് ലൈക്ക് മീ അഡ്രസ്സ് ചെയ്ത് കൊടുത്തു. ഇവരുടെ കമ്പനിയുടെ വാല്യൂ ഒരു സംതിങ് ലൈക്ക് ഒരു 5 million ഒരു 10 million ആണെന്ന് വെച്ചോ, അല്ലെ 15 million ആണെന്ന് വെച്ചോ. ഒരാൾക്കാരുടെ ഒരു പൊട്ടൻഷ്യൽ വാല്യൂ 5 million. അവർക്ക് 5 million കവർ വെച്ചാണ് അവർക്ക് കൊടുത്തത്. ആ പാർട്ട്ണർഷിപ്പിലൊരു ആൾക്ക് ഇഫ് സംതിങ് ഹാപ്പൻ, ആ ഒരു ബിസിനസ്സിലേക്ക് ഒരു സം എമൗണ്ട് പൈസകൾ വരികയും സെയിം ലൈക്ക് ഇവരുടെ ഫാമിലിയിലേക്ക് ഒരു സം എമൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഈ പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്ത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഫോഴ്സ്ഫുള്ളി പുതിയൊരു പാർട്ട്ണറിനെ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുമോ?